മതം കലാപമല്ല എന്ന വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനനായ പണ്ഡിതൻ നസീറുദ്ദീൻ റഹ്മാനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹില്ലദീ ഖലഖൽ ഇൻസാന വഅല്ലമഹുൽ ബയാൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. വഖാല അല്ലാഹു സുബ്ഹാനഹു വതആല ഫിൽ ഖുർആനിൽ മജീദ് യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വേദിയിലുള്ള പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മതമായ പരിശുദ്ധ ഇസ്ലാം, ആ മതം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തുടനീളം പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമുദായം. ഇസ്ലാം ഭീകരതയും തീവ്രതയുമാണ് എന്നും ഇസ്ലാം കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന മതമാണ് എന്നുമൊക്കെയുള്ള പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ശക്തമായ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുകയും അതിൻ്റെ പ്രബോധകരായി വരികയും ചെയ്യേണ്ടുന്ന അറബി കോളേജിലെ വിദ്യാർത്ഥിനികൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പരിപക്വമായ നിലപാടെന്താണ് എന്ന് അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. വിശാലമായൊരു വിഷയാവതരണത്തിന് സമയമില്ലാത്തത് കൊണ്ട് തന്നെ ചുരുക്കി ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രശ്നമുണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളെല്ലാം ശക്തമായി നിരോധിക്കുകയും വിരോധിക്കുകയും ചെയ്യുകയാണ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഒരു പള്ളിയിൽ ഇമാമ നിൽക്കുകയാണ്. ഒരു ഗ്രാമത്തിലുള്ള ഒരു പള്ളിയിലെ ഇമാമാണ് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി ഇമാമ നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന മഅ്മൂമുകൾ എല്ലാവരും അദ്ദേഹത്തെ തുടർന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹു സുദീർഘമായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. ആ സന്ദർഭത്തിൽ യാത്രക്കാരനായൊരു മനുഷ്യൻ തൻ്റെ ഒട്ടകപ്പുറത്ത് വരികയും ഒട്ടകത്തെ പള്ളിയുടെ വെളിയിൽ കെട്ടിയിട്ട് നേരെ പള്ളിയിലേക്ക് കയറി ഇമാമിൻ്റെ പിന്നിൽ നമസ്കരിക്കാൻ തുടങ്ങി. മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പാരായണം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത്യാവശ്യം പോകേണ്ടുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇമാമിൻ്റെ പിന്നിൽ തുടരുക എന്നത് പ്രയാസകരമായി. അദ്ദേഹം ഉടൻ തന്നെ കൈയഴിക്കുകയും ഒറ്റക്ക് നിസ്കരിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം തൻ്റെ വാഹനവും അഴിച്ചുകൊണ്ട് തൻ്റെ ആവശ്യത്തിനു വേണ്ടി പോയി. നിസ്കാരം കഴിഞ്ഞപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അവിടെയുള്ള ആളുകൾ ഈ വിഷയം പറഞ്ഞു. മുആദ് റളിയല്ലാഹു അൻഹുവിന് ആ പ്രവർത്തനം ഇഷ്ടമായില്ല. അദ്ദേഹം ഈ നിസ്കാരത്തിൽ നിന്ന് പെട്ടെന്ന് പോയ മനുഷ്യനെ ശകാരിച്ചു. ഈ വിവരം പോയ മനുഷ്യൻ അറിയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ എല്ലാവരും ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ മനുഷ്യൻ എഴുന്നേറ്റ് പറഞ്ഞു, നബിയെ,
ഞാനിങ്ങനെ ഒരു അത്യാവശ്യത്തിന് പോകേണ്ടി വന്ന സാഹചര്യത്തിൽ മുആദ് എന്നെക്കുറിച്ച് വല്ലാതെ മോശമായി സംസാരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പള്ളിയിലെ ഇമാമായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചൊരു ചോദ്യം ഈ സന്ദർഭത്തിൽ വളരെ സ്മരണീയമാണ്. മുആദ് റളിയല്ലാഹുവിനോട് പ്രവാചകൻ ചോദിക്കുകയാണ്, അഫാത്തിനുൻ അന്ത വഫി റിവായത്തുൻ ഉഖറ അഫത്താനുൻ അന്ത യാ മുആദ്. മുആദ്, നീ കുഴപ്പമുണ്ടാക്കുന്നവനാണോ? നീ പ്രശ്നക്കാരനാണോ മുആദ്? ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നൊരു മനുഷ്യൻ അയാളുടെ ആവശ്യത്തിന് പെട്ടെന്ന് പോകേണ്ടി വന്നാൽ അയാളെ ശകാരിക്കുക എന്നത് ശരിയായ പ്രവണതയല്ല മുആദ്. നീ കുഴപ്പമുണ്ടാക്കുന്നവനാണോ എന്ന് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കുഴപ്പങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒരു സന്ദർഭം പോലും ഇസ്ലാം അംഗീകരിച്ചു കൊടുക്കുന്നില്ല എന്നതാണ്. ഏറ്റവും പരിപക്വമായ സമാധാനം ഉണ്ടാവണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചത് വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നന്മയിലും ഭക്തിയിലും പരസ്പരം സഹായിക്കുന്നവരാവണം. വലാ തആവനു ബിൽ ഇസ്മി വൽ ഉദ്വാൻ. ശത്രുതയിലും കുറ്റകരമായ പ്രവർത്തനത്തിലും നിങ്ങൾ പരസ്പരം സഹായിക്കുന്നവരാവരുത്. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണകരമാകുന്ന, അവർക്ക് ഏറ്റവും കരുണീയമായി വരുന്ന വിഷയങ്ങളിലെല്ലാം നിങ്ങൾ പരസ്പരം സ്നേഹവും സഹവർത്തിത്വവും പരസ്പര സഹായവുമുള്ളവരാവണം. മനുഷ്യ സമൂഹത്തിന് തിന്മയായി വരുന്ന ഒരു പ്രയാസമുണ്ടാക്കുന്ന ഒരു വിഷയത്തിലും നിങ്ങൾ ഒരിക്കലും പരസ്പരം സഹായിച്ചുകൂടാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ കുഴപ്പങ്ങളാണ് സമൂഹത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സുപ്രധാനമായി പഠിക്കേണ്ടുന്ന ഒരു പാഠം, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്ന് പറയപ്പെടുന്ന വിഷയം, കലാപമുണ്ടാക്കുക, അതിനാഹ്വാനം ചെയ്യുക, അതിൻ്റെ പോരാളിയായി തേരാളിയായി പ്രവർത്തിക്കുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത സ്വഭാവമാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫസാദ്. അള്ളാഹു ഫസാദിനെ, കലാപത്തെ, കുഴപ്പത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. വേറൊരായത്തിൽ അള്ളാഹു പറഞ്ഞത് അത് ചെയ്യുന്ന ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. കലാപത്തിൻ്റെ തെരുമ്പും ഉണ്ടാവരുതെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിൻ ആരാണെന്നറിയുമോ? ഒരു സത്യവിശ്വാസി ആരാണ്? ജനങ്ങൾ മുഴുവനും അവനെക്കുറിച്ച് നിർഭയനാകുമ്പോഴാണ് അവൻ വിശ്വാസിയാവുക എന്നാണ്. മുഴുവൻ ജനവിഭാഗവും, ആളുകളെല്ലാം അവനെക്കുറിച്ച് നിർഭയനാകുമ്പോഴാണ്, അഥവാ അവനിൽ നിന്നൊരു കലാപവും ഒരു ഫസാദും ഒരു പ്രശ്നവും പ്രതീക്ഷിക്കാത്തപ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ മുഅ്മിനായി തീരുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഇത് പ്രയോഗിച്ചത് കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് എല്ലാ കലാപങ്ങളും ഉണ്ടാക്കുന്ന മനുഷ്യന്മാർ മനുഷ്യ സമൂഹത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തി അസ്വസ്ഥതയുടെ, അശാന്തിയുടെ തീരാകയത്തിലേക്ക് തള്ളിവിടുന്ന ആളുകൾ, അവരാരും തന്നെ റബ്ബിൻ്റെ ആളുകളായോ മുഅ്മിനുകളായോ മുസ്ലിങ്ങളായോ ഒരിക്കലും നിലനിൽക്കാൻ സാധ്യമല്ല എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ ഉഖ്ബിറുക്കും ബിൽ മുഅ്മിൻ, അലാ ഉഖ്ബിറുക്കും ബിൽ മുഅ്മിൻ. ഞാൻ നിങ്ങൾക്ക് മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു തരട്ടെ, ഒരു വിശ്വാസിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ. മൻ അമിനഹുന്നാസു അലാ അംവാലിഹിം വ അൻഫുസിഹിം, മൻ അമിനഹുന്നാസു മിൻ അംവാലിഹിം വ അൻഫുസിഹിം. അവരുടെ സ്വത്തും അവരുടെ ശരീരങ്ങളും ജനങ്ങൾക്ക് നിർഭയമാക്കി കൊടുക്കുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥ മുഅ്മിൻ. ഒരു സത്യവിശ്വാസിയായി നിന്നുകൊണ്ട്, അഥവാ ഒരു മുസ്ലിമായി നിലനിന്നുകൊണ്ട്, ഒരു മുഅ്മിനായി നിലനിന്നുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ സമാധാനം അതിനെ കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും ചെയ്യാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല. ഏതെങ്കിലും ഒരു തരത്തിൽ, ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള കലാപത്തിന് ആഹ്വാനം ചെയ്യുകയോ അതിനരു നിൽക്കുകയോ അതിൻ്റെ ആളായി രംഗത്ത് വരികയോ ചെയ്യുക എന്നത് ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന ആദർശത്തിൽ നിന്നുള്ള പിന്നോട്ട് പോക്കാണ്.
അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു റോഡ് ഉപരോധിക്കാൻ പോയത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഏതെങ്കിലും ഒരു കലാലയം പൂട്ടിക്കാൻ വേണ്ടി രംഗത്ത് പോയത് നിങ്ങൾക്കറിയുമോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പരിപക്വമായ നിലപാടായിരുന്നു അത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ MSMന്റെ ഏറ്റവും ഉന്നതമായ പ്രവർത്തനമാണത്. ഇന്നുവരെ ഒരു ദേശീയ പാതയോ ഒരു സംസ്ഥാന പാതയോ വേണ്ട, ഒരു ഗ്രാമീണ പാത പോലും കരാവ് ചെയ്തിട്ടോ അവിടെ തടഞ്ഞു നിർത്തിയിട്ടോ വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയിട്ടോ ഒരു തരത്തിലുള്ള ഒരു പ്രയാസവും ഒരാൾക്കും ഉണ്ടാക്കിയിട്ടില്ല. ഒരു പ്രൈവറ്റ് വാഹനവും ഒരു പൊതുവാഹനവും നമ്മുടെ കരങ്ങൾ കൊണ്ട് തകർന്നിട്ടില്ല. നമ്മുടെ പ്രവർത്തനം മൂലം അവർക്ക് പ്രവർത്തനം നിർത്തേണ്ടി വന്നിട്ടില്ല. ഇത് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചു തരുന്ന ആശയമാണ്. ചെയ്യാൻ പാടില്ല. അത് ചെയ്താൽ നീ വലിയ കുഴപ്പക്കാരൻ്റെ പട്ടികയിലായി പോകും. അള്ളാഹുവിൻ്റെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സുപ്രധാനമായ ഒരു ആയത്തുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുഴപ്പങ്ങളുമായി കലാപങ്ങളുമായി ആരെങ്കിലും രംഗത്ത് വന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വ റസൂലഹു വയസ്ഔന ഫിൽ അർളി ഫസാദാ أن يقتلوا أو يصلبوا أو تقطع أيديهم وأرجلهم من خلاف أو ينفوا من الأرض ذلك لهم خزي في الدنيا ولهم في الآخرة عذاب عظيم. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഇന്നമാ തീർച്ചയായും ജസാഉല്ലദീന യുഹാരിബൂന അല്ലാഹ വ റസൂല, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത വെച്ച് പുലർത്തുന്ന അഥവാ യുദ്ധപ്രഖ്യാപനം നടത്തുന്ന ആളുകൾ, വയസ്ഔന ഫിൽ അർളി ഫസാദൻ, ഭൂമിയിൽ കലാപമുണ്ടാക്കാൻ പ്രയത്നിക്കുന്നവർ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ പ്രയത്നിക്കുന്ന ആളുകൾ, അയ്യുഖത്തലു ഔ യുസല്ലബു ഔ തുഖത്തഅ ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫ് ഔ യുൻഫൗ മിനൽ അർള്. ഖുർആൻ കാണിച്ചു തരുന്ന ശക്തമായ ശിക്ഷയാണത്. ഭൂമിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കലാപത്തിന് ആഹ്വാനം ചെയ്താൽ, ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾക്ക് ആഹ്വാനം ചെയ്താൽ, അതിൻ്റെ ആളായി രംഗത്ത് വന്നാൽ, അതിനുവേണ്ടി ഏതെങ്കിലും തരത്തിൽ ഒരു വാചകത്തിൻ്റെ പകുതി കൊണ്ടെങ്കിലും അതിനുവേണ്ടി സമ്മതം മൂളിയാൽ, ഖുർആൻ പറയുകയാണ്, അയ്യുഖത്തലു, അവർ കൊല ചെയ്യപ്പെടണം. ഇസ്ലാമിക ഗവൺമെന്റ് വിധിക്കുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് അതാണ്. കലാപകാരിക്ക്, കുഴപ്പക്കാരിക്ക്, സമൂഹത്തിൽ ഫിത്നയും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നവന് ഇസ്ലാമിക കോടതി നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് അയ്യുഖത്തലു, അവർ കൊല ചെയ്യപ്പെടണം. അല്ലെങ്കിലോ ഔ യുസല്ലബു, അല്ലെങ്കിൽ അവർ ക്രൂശിക്കപ്പെടുക. അല്ലെങ്കിലോ ഔ തുഖത്തഅ ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫ്, അവരുടെ കൈകാലുകൾ ഭിന്നമായി ഛേദിക്കപ്പെടണം. ഔ യുൻഫൗ മിനൽ അർള്, അല്ലെങ്കിൽ അവർ നാട് കടത്തപ്പെടണം. ഖുർആൻ പറയുകയാണ്, ദാലിക ഖിസ്യുൻ ഫിദ് ദുനിയാ, അത് ദുനിയാവിൽ അവർക്ക് അപമാനമാണ്. വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം, പരലോകത്താവട്ടെ വമ്പിച്ച ശിക്ഷയും അവർക്കുണ്ടെന്ന് ഖുർആൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു തരത്തിലുള്ള അക്രമത്തിന് ആരെങ്കിലും ആഹ്വാനം ചെയ്താൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു കലാപത്തിന് ആരെങ്കിലും രംഗത്ത് വന്നാൽ, ആ ആളുകൾക്ക് ശക്തമായ ശിക്ഷ നൽകണമെന്ന് പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിക കോടതികളോട് ശക്തമായി ആവശ്യപ്പെടുമ്പോൾ, മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വം അത് കൃത്യമായി കാണുന്നവരാണ്, മനസ്സിലാക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള കലാപവും മുസ്ലിം സമുദായം അംഗീകരിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിം സമുദായത്തിൽ കലാപത്തിന്റെ വിത്തുഭാഗ്യത ആരായിരുന്നു? അതാ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന് പറഞ്ഞ് കടന്നു വന്ന ഖവാരിജുകളായിരുന്നു. ഖവാരിജുകളാണ് അതിന്റെ തുടക്കം കുറിച്ച ആളുകൾ. സമൂഹത്തിൽ ഭിന്നിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാക്കുകയും പിന്നീട് കുഴപ്പങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്ത ആളുകൾ. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിന്റെ ഖലീഫയെ വീട്ടുതടങ്കൽ ഉപരോധിച്ച് അവസാനം അദ്ദേഹത്തിന്റെ ഗളച്ഛേദം നടത്തുന്നത് വരെ എത്തിയ മഹാകുഴപ്പങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചപ്പോൾ, പ്രവാചകന്റെ സ്വഹാബി വര്യന്മാർ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാരഥന്മാരായ സ്വഹാബികൾ ശക്തമായ അതിനോട് വിയോജിപ്പ് കാണിച്ചുകൊണ്ട്
ഇത് ഇസ്ലാം പഠിപ്പിച്ചതിനെതിരാണെന്ന് പ്രഖ്യാപിക്കാനുള്ള കാരണം അതാണ്. പിന്നങ്ങോട്ട് കാണാം ധാരാളം സംഭവങ്ങൾ അതിൻ്റെ ചുവട് പിടിച്ച് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കലാപങ്ങളുടെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചാൽ കാണാം കരുണയുടെ ലാഞ്ചനയില്ലാത്ത, ഇസ്ലാം പഠിപ്പിച്ച ആദർശങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത വളരെ മോശമായ സമീപനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അറിയണം, അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ലാ തുഫ്സിദു ഫിൽ അർള്, ലാ തുഫ്സിദു ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. ബഅദ ഇസ്ലാഹിഹാ, ഭൂമി അതിന്റെ നന്മയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, ഭൂമി അതിന്റെ മുഴുവൻ നന്മയിലും ഇവിടുത്തെ ജനങ്ങൾ സൗഹാർദ്ദത്തിലും സമാധാനത്തിലും ഒക്കെയായി കടന്നു പോകുമ്പോൾ ആ സന്ദർഭത്തിൽ കുഴപ്പങ്ങളുമായി നിങ്ങൾ കടന്നു വരരുത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഏതെങ്കിലും തരത്തിലൊരു കലാപം ആരെങ്കിലും ഉണ്ടാക്കിയാൽ അവർക്ക് ശക്തമായ ശിക്ഷ നൽകുമെന്ന് പറഞ്ഞ് അള്ളാഹു വിശദീകരിക്കുന്ന 2-3 സംഭവങ്ങളുണ്ട്. ഒന്ന് ഫിർഔനാൻ, ഭൂമിയിലെ മഹാകുഴപ്പക്കാരൻ, ഭൂമിയിലെ വലിയ പ്രശ്നക്കാരൻ. അതേ, ആ നാടിന്റെ ഉടമസ്ഥാവകാശം അവകാശപ്പെടാൻ പറ്റുന്ന ആ സമൂഹത്തിലെ ബനു ഇസ്രായേലികളെ അടിച്ചമർത്തിയിട്ട് അവരുടെ മേൽ ഭരണശിരാ കേന്ദ്രം സ്ഥാപിച്ചിട്ട് അവരെ മുഴുവനും മദീശാധിപത്യത്തിൽ ശക്തമായി പിടിച്ചുകൊണ്ടുപോയ ഫിർഔൻ, ആ ഫിർഔൻ കാണിച്ച മുഴുവൻ കുഴപ്പങ്ങൾക്കും അള്ളാഹുവിന്റെ ശക്തമായ ഇടപെടലുണ്ടായി എന്ന് ഖുർആൻ. അതെ, ആ കാണുന്ന അവിടെ അതാ നൈൽ നദി എന്റെ അധീനതയിലാണെന്ന് പ്രഖ്യാപിച്ചവൻ അപ്പുറത്ത് ചെങ്കടലിന്റെ ഓളങ്ങൾ അതേ ജലാശയത്തിലേക്ക് ഫിർഔൻ എന്ന കിരാതനായ ഭരണാധികാരിയെ, കലാപകാരിയെ ശക്തമായി അള്ളാഹു കൊന്നൊടുക്കുമ്പോൾ ലോകത്ത് മുഴുവനും വലിയ ഒരു വിപ്ലവത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായ സമാധാന വിപ്ലവം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാചകമുണ്ട്, ഫിർഔൻ, നിന്റെ ശരീരം ഞാൻ നശിപ്പിക്കില്ല. വരാൻ പോകുന്ന ധിക്കാരികൾ, കുഴപ്പക്കാർ, കലാപകാരികൾ, സമൂഹത്തിൽ അന്തചിദ്രതയുണ്ടാക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ഒരു പാഠമായിരിക്കണം. ഇന്നും ഈജിപ്തിലെ റോയൽ മമ്മി മ്യൂസിയത്തിൽ അതാ കാണുന്ന ഫിർഔനിന്റെ ജഡം, അത് ലോകത്തെ മുഴുവൻ ആളുകൾക്കും പാഠമായി അള്ളാഹു നിർത്തിയിരിക്കുകയാണ്. കലാപകലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കുന്ന ഏതൊരുത്തനാണെങ്കിലും അവന് ശക്തമായ ശിക്ഷ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വേറെ ചില ആളുകൾ പറയും, ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ നന്മ വരുത്താനാണ് ഈ പ്രശ്നത്തിന് ഇറങ്ങിത്തിരിച്ചത് എന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ആക്രമണങ്ങൾ. പൊതുനിരത്തിലേക്ക് ഇറങ്ങി പാവപ്പെട്ടവന്റെ വാഹനങ്ങൾ തച്ചു തകർക്കുകയും അതുപോലെ തന്നെ പൊതുസ്വത്താകുന്ന സ്ഥാപനങ്ങളും അതുപോലെ വാഹനങ്ങളുമെല്ലാം തകർത്തെറിയുമ്പോൾ അവർക്ക് പറയാനുള്ള ന്യായം, ഞങ്ങൾ നന്മയുടെ വക്താക്കളാണ്, ഞങ്ങളൊരു കാര്യം, നല്ല കാര്യം നേടിയെടുക്കാനുള്ള പ്രവർത്തനമാണ് എന്നാണ്. ഇല്ല, ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. ഒരു കുഴപ്പമുണ്ടാക്കിയിട്ട് നന്മ നേടിയെടുക്കണമെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മദീനയിൽ കടന്നു വന്ന മുനാഫിഖുകളായ ആളുകൾ ഈ വാചകത്തിന്റെ വക്താക്കളായിരുന്നു. അവരോട് പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അവർ പറയും, ഞങ്ങൾ നന്മയുണ്ടാക്കുന്ന ആളുകളാണ്, ഞങ്ങൾ നന്മയുടെ വക്താക്കളാണ്, ഞങ്ങൾ ജനങ്ങൾക്ക് നന്മയുണ്ടാക്കുന്നവരാണ്, നന്നാക്കുന്ന ആളുകളാണ്. അള്ളാഹു പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഫിത്നയുടെ, കുഴപ്പത്തിന്റെ, കലാപത്തിന്റെ ആളുകളാണ്, നിങ്ങൾ ഒരിക്കലും നന്മയുടെ ആളുകളല്ല എന്ന് പരിശുദ്ധ ഇസ്ലാം, അള്ളാഹുവിന്റെ ഖുർആൻ ശക്തമായി ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന സുന്ദരമായ സമാധാനപരമായ ഒരു ജീവിതം മുസ്ലിം സമുദായത്തിനല്ലാതെ ലോകത്തിന് സമ്മാനിക്കാൻ സാധ്യമല്ല എന്നത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചു തരുന്ന ആശയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ആ പ്രവാചകന്റെ സ്വഹാബികളുടെ ജീവിതം, ഒരാളെപ്പോലും ഉപദ്രവിക്കാതെ, ഒരാൾക്കെതിരെയും കലാപത്തിന്റെ കൊടി ഉയർത്താതെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു തീർത്തു എന്ന് മാത്രമല്ല, അവിടുന്ന് പറഞ്ഞ ഉന്നതമായൊരു വാചകം ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മദീന അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന തൻ്റെ പ്രിയപ്പെട്ട അനുയായികളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? അന്ന് എല്ലാവരുടെ കയ്യിലും വാളുണ്ടാകും, എല്ലാവരുടെ കയ്യിലും വാളുകളുണ്ട്, എല്ലാവരുടെ കയ്യിലും അമ്പുകളുണ്ട്. അങ്ങനെ ആയുധങ്ങളുമായി നടക്കുന്ന കാലം. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദീന അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന
തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത നിർദ്ദേശം, നിങ്ങൾ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ വാളിന്റെ മൂർച്ചയേറിയ അതിൻ്റെ തലപ്പുണ്ടല്ലോ, അതിൻ്റെ മുനമ്പിൽ നിങ്ങളൊന്ന് പിടിച്ചേക്കണം, നിങ്ങളുടെ അമ്പിൻ്റെ തലപ്പിലൊന്ന് പിടിച്ചേക്കണം നിങ്ങൾ. അതുകൊണ്ട് മറ്റൊരാളുടെ ദേഹത്തിന് മുറിവേൽക്കാതിരിക്കാൻ, മറ്റൊരാളുടെ വസ്ത്രത്തിന് മുറിവേൽക്കാതിരിക്കാൻ, മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കാൻ അതിൻ്റെ തലക്കലൊന്ന് പിടിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് പഠിപ്പിക്കപ്പെട്ട ഇസ്ലാമിൻ്റെ വക്താക്കൾ, ഇത് പഠിച്ച മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക, മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാക്കുന്ന പ്രവർത്തനം നടത്താൻ രംഗത്ത് വരാൻ എങ്ങനെയാണ് കഴിയുക? ഇല്ല, ലോകത്തൊരിക്കലും ഒരു മുസ്ലിമിന് ഇത് സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ ശരീരത്തിൽ ബോംബ് കെട്ടിയിട്ട് കൊണ്ടുവന്ന് പാവപ്പെട്ട ജനങ്ങൾ അഥവാ യാതൊരുവിധ ബന്ധവുമില്ലാത്ത ആളുകൾ നിൽക്കുന്ന സ്ഥലത്ത് റെസ്റ്റോറൻറ്റുകളിലോ വാഹനങ്ങളിലോ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് പൊതുനിരത്തിൽ വന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ, നൂറുകണക്കിന് ആളുകളുടെ കബന്ധങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ അത് കണ്ടിട്ട് അത് ചെയ്ത ആളുകളും അതിൻ്റെ അനുയായികളും അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നുവെങ്കിൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ആദർശത്തിനെതിരാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് വളരെ ശക്തമായി മനസ്സിലാക്കാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതിന് ശക്തമായ സാക്ഷിയുമാണ്. അവിടെ നിന്ന് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ പരിശോധിക്കുമ്പോൾ വളരെ ഗൗരവതരമായി നമുക്ക് കാണാൻ കഴിയും. അക്രമത്തിൻ്റെ ഒരു പാതയും സ്വീകരിക്കരുതെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ശക്തമായി ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, വമിനൻ നാസി മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ വയശ്ഹദുല്ലാഹ അലാ മാ ഫി ഖൽബിഹി വഹുവ അലദ്ദുൽ ഖിസാം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വഇദാ തവല്ല സഅ ഫിൽ അർദി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർഥ വന്നസ്ൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. ഖുർആൻ പറയുകയാണ്, അവൻ അവിടെ നിന്ന് തിരിച്ചു പോയാൽ സഅ ഫിൽ അർദി, അവൻ ഭൂമിയിൽ വ്യാപരിക്കുകയാണ്, ഭൂമിയിൽ അവൻ പ്രയത്നിക്കുകയാണ്. എന്തിന്? ലിയുഫ്സിദ ഫീഹാ, അതിൽ കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി, അതിൽ കലാപമുണ്ടാക്കുന്നതിന് വേണ്ടി, അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി. വയുഹ്ലികൽ ഹർഥ വന്നസ്ൽ, അടിവരയിടേണ്ട വാക്കാൻ ആധുനിക ലോകത്തെ മനുഷ്യ സമുദായത്തിന്റെ മുന്നിൽ അടിവരയിടേണ്ട വാക്കാണത്. വയുഹ്ലികുൽ ഹർഥ വന്നസ്ല, ഹർഥിനെയും നസ്ലിനെയും നശിപ്പിക്കുന്നു അവൻ. എന്താണ് ഹർഥ്? വിശാലമായ കൃഷിയിടങ്ങൾ, വിശാലമായ മനുഷ്യനും കന്നുകാലികൾക്കും ഉപകാരപ്പെടുന്ന വിശാലമായ തോട്ടങ്ങൾ, വിശാലമായ കൃഷിയിടങ്ങൾ അത് തീയിട്ടുമല്ലാതെയും ഒക്കെ നശിപ്പിച്ചു കളയും. വന്നസില, മനുഷ്യനെ കൊന്നൊടുക്കുന്ന സമീപനം ചെയ്യാൻ അവൻ തിരിച്ചു പോകുന്നു. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അള്ളാഹു ഫസാദിനെ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട MSMകാരനോട് ഞാൻ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട അറബി കോളേജിലെ വിദ്യാർത്ഥികളോട് ഞാൻ പറയുകയാണ്, ഒരു കല്ലെടുത്തെറിയാൻ നിങ്ങളിൽ ഒരാൾ ശ്രമിച്ചാൽ അവൻ അള്ളാഹു ഇഷ്ടപ്പെടാത്തവനായി മാറുകയാണ്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തവനായി അവൻ മാറുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു സമുദായത്തിനോടുള്ള വെറുപ്പ് കാരണം അവിടെ എന്തെങ്കിലും ഒരു കുഴപ്പത്തിന് നാന്ദി കുറിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ആഹ്വാനം ചെയ്താൽ ഒരു MSMകാരനും ഒരു യഥാർത്ഥ മുസ്ലിം ചെറുപ്പക്കാരനും അതിനരു നിൽക്കുകയില്ല. കാരണം ഒരു സമൂഹത്തിന് പ്രയാസമുണ്ടാക്കുന്ന, കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന, സമൂഹത്തിലെ ജനങ്ങൾക്ക് ഹാനികരമാകുന്ന ഒരു പ്രവർത്തനങ്ങളും ഞാൻ ചെയ്യില്ല. കാരണം അതെൻ്റെ രക്ഷിതാവിന് ഇഷ്ടമില്ലാത്തതാണ്, അതെൻ്റെ അള്ളാഹു ഇഷ്ടപ്പെടാത്തതാണ്. അതുവഴി ആ പ്രവർത്തനത്തെയും എന്നെയും എൻ്റെ രക്ഷിതാവ് വെറുത്തുകൊള്ളും, വെറുക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ ശിക്ഷയും, അതേ അള്ളാഹുവിൻ്റെ അടുത്തുള്ള ശിക്ഷ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം, വമ്പിച്ച ശിക്ഷ അവിടെ അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ അത് പഠിച്ചു മനസ്സിലാക്കിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല, കലാപത്തിൻ്റെ ഒരു മേഖലയിലേക്കും കടന്നു പോകാൻ ഒരു സത്യവിശ്വാസിക്ക് സാധ്യമേ അല്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയും മനസ്സിലാക്കുന്നവർക്ക് സുതരാം വ്യക്തമാകും. എന്നെ അറബി കോളേജിലെ വിദ്യാർത്ഥിനികളോട് ഞാൻ പറയുകയാണ്, ഖുർആനും തിരുസുന്നത്തും കൃത്യമായി മനസ്സിലാക്കുന്നവരെന്ന നിലക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു,
പഠിക്കണം, നമ്മൾ കാര്യങ്ങളിലേക്ക് ഇറങ്ങണം. ഒരിടത്തും ഒരു രൂപത്തിലുമുള്ള വിഷമകരമായ ഒരു അന്തരീക്ഷത്തിലേക്കും കടന്നു പോകരുത്. ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇയ്യാകും വൽ ഗുലുവ ഫിദ്ദീൻ, ഇയ്യാകും വൽ ഗുലുവ ഫിദ്ദീൻ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, മതത്തിൽ അതിരു കവിയുന്നതും സൂക്ഷിക്കണം. ഫഇന്നഹു അഹ്ലക മൻ കാന ഖബ്ലകുമുൽ ഗുലുവ ഫിദ്ദീൻ, മതത്തിൽ അതിരു കവിഞ്ഞതാണ് മുൻഗാമികൾ നശിപ്പിക്കപ്പെടാൻ. അതേ മുൻഗാമികൾ നശിച്ച കാരണം മതത്തിൽ അതിരുവിട്ട് കിടന്നതാണ് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഇബ്നു മാജ തൻ്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, പഠിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന പരിപക്വമായ നിലപാടുണ്ടല്ലോ, മുത്തവസ്സിത്തായ നിലപാട്, ആ നിലപാടിൽ മുന്നോട്ട് പോകാൻ കഴിയണം. അനാവശ്യമായ എടുത്തുചാട്ടങ്ങളിലേക്കും അനാവശ്യമായ വൈകാരിക പ്രകടനങ്ങളിലേക്കും ഒരു മനുഷ്യൻ പോയാൽ ചിന്താപരമായി ബൗദ്ധികപരമായി അവൻ അധപതനത്തിലേക്ക് വീണുപോകും, അധമത്വത്തിലേക്ക് വീണുപോകും. അത്തരം അല്പന്മാർ, അത്തരം അധമന്മാർ, അത്തരം അപക്വമതികളായ ആളുകൾ, അവരിൽ നിന്നും മാത്രമാണ് കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാവുക എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നിങ്ങൾ ശക്തമായി നിലനിൽക്കണം. പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ആശയങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സമാധാനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവർത്തനങ്ങളെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ, അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് ആവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ പരിപക്വമായ നിലപാടുകളെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കേണ്ടുന്ന ഭാവിയിലെ പ്രബോധകന്മാരാണ് നിങ്ങൾ. അത് നിങ്ങൾ മറക്കരുത്. ആ പ്രവർത്തനത്തിൽ ശക്തമായി മുന്നോട്ട് വരാൻ നമുക്ക് ഓരോരുത്തർക്കും ആവണം. അല്ലാഹു അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.